അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. അങ്ങനെ ഞാനിതാ തിരിച്ചെത്തിയിരിക്കുന്നു. രാവിലെ തന്നെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. എന്താ കയ്യില് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ചെറുങ്ങനെ കാണുന്നുള്ളൂ അല്ലേ. അത്തിപ്പഴാണ് കേട്ടോ. രാവിലെ തന്നെ വെറും വയറ്റില് അത്തിപ്പഴം കഴിക്കുന്നതാണ്. ചെറിയൊരു മധുരം ഒക്കെ ആയിട്ടാണ് കേട്ടോ. പിന്നെ എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? റാഹത്തായിരിക്കുന്നോ? നല്ല മഴയും കാറ്റൊക്കെയാണ് അല്ലേ? എല്ലാവരും സേഫ് അല്ലേ? പിന്നെന്താ, ഇന്നത്തെ രാവിലത്തെ നാസ്ത എല്ലാം കാണിച്ചു തരാം കേട്ടോ. മക്കളൊക്കെ ഉറക്കത്തിലാണ്. പിന്നെന്താ, അതിൻ്റെ ഒക്കെ എനിക്ക് ഇഷ്ടം കട്ടൻ ചായ കേട്ടോ. കട്ടൻ ചായയാണ് അതിൻ്റെ ഒക്കെ കുടിക്കുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ പറയാം. പിന്നെ വേറെന്തല്ല, കുറച്ചിങ്ങനെ വീഡിയോസുമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് വിട്ട് നിൽക്കേണ്ടി വന്നു. സാരമില്ല, ഇൻഷാ അല്ലാ ഇനി പഴയതുപോലെ ആക്റ്റീവ് ആകാൻ ശ്രമിക്കാം കേട്ടോ. ഞാൻ ഇത് കഴിക്കട്ടെ, നാസ്ത വെക്കണം. ഇവിടെ രണ്ട് മാതിരി ചായ. രാവിലെ ഒന്ന് കായ് കാട്ടിയിട്ടോ അല്ലെങ്കിൽ മുട്ടയോ എല്ലാം അടിച്ചു കൊടുത്തിട്ട് ഒരു ചായ ഒന്ന് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടാ നാസ്തയൊക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ വേഗം ചായ പരിപാടി നോക്കട്ടെ. ഇത് ഞാൻ കുറച്ചെടുത്തിട്ട് കഴിക്കും. കുറച്ച് ഒരു 5-8 എടുത്തിട്ട് കഴിക്കും. എൻ്റെ ചെറുത് എണീക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിച്ചിട്ട് ബാക്കിയുള്ള പണി നോക്കട്ടെ. വരുന്നു. അപ്പൊ കായ് വാട്ടട്ടെ മക്കൾക്ക്. കായ് ഇങ്ങനെയാണ് മുറിച്ച, മറ്റേ നീളത്തിൽ മുറിക്കലുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ വിചാരിച്ച് വേറെ തന്നെ ഒരു മാതിരി ആക്കി കൊടുക്കാം. ഒരു വെറൈറ്റി ആവട്ടെ അല്ലേ? എപ്പോഴും ഒരുപോലെ ആവണ്ടല്ലോ. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടട്ടെ. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? എഗ്ഗ് ചേർത്ത് കളയാം. ഹെൽത്തി ഫുഡ് കൊടുക്കണ്ടേ രാവിലെ തന്നെ മക്കൾക്ക്. ഞാൻ അധികം ഇങ്ങനെ നേന്ത്രക്കായ് എല്ലാം കൊടുക്കാറുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്ന് വാടിയിട്ട് വരട്ടെ. അപ്പോൾ ഇതൊക്കെയാ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. പച്ചെങ്കില് മുറിയാണ്ട് കിട്ടൂല. അതാണ് ഇതിന്റെ ഒരു ഗുഡൻസ്. മുറിയും നോക്കിയ മേലെ ഉള്ളതും താഴെ ഉള്ളതും എല്ലാം അങ്ങ് സെറ്റാക്കാം. അപ്പൊ ഓംപ്ലേറ്റ് പോലെ ആക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ നടന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഓംപ്ലേറ്റ് അല്ല, ഇത് മിക്സ് ആക്കിയിട്ട് എങ്ങനെയായാലും മുറിച്ചിട്ട് അവരുടെ വായിലോട്ടല്ലേ പോകുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച് എൻ്റെ ബാക്കി പണികൾ അവിടെ കിടക്കുന്നതാണ്. ഇതും കൊണ്ട് തിത്തൈത്ത ഹൃദയ കളിക്കാൻ നിന്നത് ഒന്നും നടക്കത്തില്ല. ഇങ്ങനെ വേപ്പിച്ചിട്ട് അങ്ങ് കൊടുക്കാം. എങ്ങനെയായാലും ഹെൽത്തി ഫുഡ് അല്ലേ അല്ലേ? പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ എൻ്റെ കയ്യിലില്ല, ഉണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും. നല്ല RKG നെയ്യ്, മിൽമ നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ച് ഇതിൻ്റെത് നല്ലോണം വേപ്പിച്ച് കഴിഞ്ഞ് അതിൻ്റെ മേലേലൊന്ന് തൂവി കൊടുത്തിട്ട് മക്കൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ നല്ലതാണ്. നല്ല ടേസ്റ്റി ആയിട്ട് മക്കൾക്ക് കഴിക്കാനാവും. ഇത് നമ്മളിങ്ങനെ ചിക്കിയിട്ടാണ് കേട്ടോ എടുക്കാറ് ആദ്യം. ഇതിപ്പോ ഞാൻ വിചാരിച്ച് ഓംലൈറ്റ് രൂപത്തിലൊന്ന് കൊടുത്താൽ നല്ലതായിരിക്കുമല്ലോ എന്ന്. പക്ഷെ പാളിപ്പോയി ഗൈസ്, പണി പാളി. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് വേപ്പിച്ചിട്ട് അങ്ങ് കൊടുക്കാം. അങ്ങനെ വെന്തിരിക്കുകയാണ് ഗൈസ്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. കുറേശ്ശെ തട്ടിക്കൊടുത്ത് മക്കൾ കഴിക്കട്ടെ അല്ലേ? മക്കൾ കഴിക്കട്ടെ, വളരട്ടെ മക്കൾ. മതിന്ന് ഇപ്പുറത്ത് നിന്ന് ഒരാൾ പറയുന്നുണ്ട് കേട്ടോ. ഇതാണ്, ഇതൊന്നും ഇപ്പൊ ഇനി ഞാൻ കഴിക്കത്തില്ല. പണി കിട്ടിയിട്ടാ ഉള്ളത്. മോള് കഴിച്ചോളൂ. എന്നുവെച്ചാല് ഞാന് ഇവരൊക്കെ മക്കളൊക്കെ ചേർന്നിട്ട് ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചില്ലേ. അപ്പൊ എനിക്ക് കുറച്ച് എന്താ പറയാ, കൊളസ്ട്രോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ ഇതിൽ നിന്നെല്ലാം വിട്ടിട്ടാണുള്ളത്. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, അത്തിപ്പഴം അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കഴിക്കുക.
നാസ്ത ആക്കിയാൽ അത് അല്ലെങ്കിൽ ഓട്സ് ഒക്കെ ഞാൻ കഴിക്കും കേട്ടോ. പൊന്നിയരി പുതിർത്തിയതാണ് കേട്ടോ തിളച്ച വെള്ളത്തിൽ. അപ്പോൾ അത് ഗ്രൈൻഡറിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്നും ചേർത്തണ്ട, ഉപ്പും കൂട്ടിയിട്ട് അരച്ചിട്ട് എടുക്കുക. ഇത് മുളക് പൊടി ഉണ്ടക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ വലിയ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഫോണ് പണി തന്നതിനെ കൊണ്ട് മസാല കുറച്ചാക്കുന്നത് കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. സോറി കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ ഒരു ദിവസം ഇതിൻ്റെ റെസിപ്പി മര്യാദക്ക് കാണിച്ചിട്ട് തരുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. നൈസാക്കിയിട്ട് ഇതിങ്ങനെ മാവ് രൂപത്തിൽ നമ്മൾ അരച്ചിട്ടെടുക്കുക. എന്നിട്ട് മസാല ആക്കി കഴിഞ്ഞിട്ട് ഇത് പരത്തുക. ഇതാ മസാലയാണിത്. അരിയാണ് ഇതാ ഇങ്ങനെ മാവ് രൂപത്തിൽ അരച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. സവാള, ഇത് 2 സവാളയാണ്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലാണ് കേട്ടോ. അധികം വെളിച്ചെണ്ണ കൊണ്ട് കളിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിലേക്കാണ് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കനും വാങ്ങണം, പിന്നെ ഫോണൊന്ന് ശരിയാക്കും വേണമെന്ന് വിചാരിച്ചിട്ട് ടൗണിൽ പോയതാണ് കേട്ടോ. മായി പോയതാണ്. അപ്പോൾ ഇത് ചിക്കൻ കടയിൽ കയറിയതാണ്. ചിക്കനെല്ലാം വാങ്ങി. ഇന്ന് മന്തിയാണ്. എല്ലാം തിന്നു കഴിഞ്ഞു ഗൈസ്. എല്ലാം കുട്ടികളെല്ലാം ഞാനെല്ലാം കഴിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഫോണിന് കുറച്ച് കംപ്ലൈൻറ്റ് വന്നു. പകുതി വീഡിയോ എടുക്കാൻ പറ്റിക്കുള്ളൂ. അതിൽ മസാല ആക്കുന്ന എടുക്കാൻ പറ്റിയിട്ടില്ല. ഫോണിൻ്റെ വീഡിയോ പോയിട്ടെല്ലാം ശരിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി. നമ്മളിവിടെ ഇതിന് പറയുന്നത് മുളക് പൊടി ഉണ്ട എന്നാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിങ്ങനെ ഇത് നോക്കിയാ കഷ്ണം മുറിച്ചിട്ട് നോക്കാം. നോക്കിയാ ഭയങ്കര ടേസ്റ്റ് അത് കേട്ടോ. നേരത്തെ ഞാൻ ഇപ്പോൾ പുറത്ത് മായിലേലും പോയി വന്നാണ്. അന്നേരം എനിക്കൊരു വിശപ്പ്. ഭയങ്കര ടേസ്റ്റ്. വേറെ ഒന്നും വേണ്ടിയില്ല. ഇതിൽ വെറും തേങ്ങ, സവാള നിങ്ങൾ കണ്ടില്ലേ വഴറ്റുന്നത്, അതിൽ മഞ്ഞൾ, മുളക്, ഗരം മസാല, തേങ്ങ ചിരകിയിട്ട് ഇട്ടത്, പിന്നെ ഉപ്പ്, കറിവേപ്പില, മല്ലിച്ചപ്പ് ഇതന്നെയുള്ളൂ കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതെല്ലാം ഇട്ട് വഴറ്റിയിട്ട് മാവ് എടുത്തിട്ട് ഉരുട്ടിയിട്ട് ആക്കുന്നതാണ്. ഇതാണ് നല്ല അടിപൊളി ടേസ്റ്റാ. ഉണ്ടാക്കി നോക്കെ എല്ലാവരും. അപ്പോൾ ഉച്ചക്കത്ത് ഇനി ഫുഡാക്കാൻ നോക്കട്ടെ. കുറേ പണിയുണ്ട്. വൃത്തിയാക്കല് എല്ലാം കിടക്കുന്നുണ്ട് ഗൈസ്. സഹായിക്കുന്ന മക്കളെ കണ്ടിനാ അതെന്ത് ശരിയാണ്. അപ്പോൾ ഞാനിന്ന് മന്തി ഉണ്ടാക്കാൻ തീരുമാനിച്ചു കേട്ടോ. പെട്ടെന്ന് മന്തി ഇങ്ങനെ റെഡിയാക്കട്ടെ. പുറത്ത് പോയി സാധനങ്ങൾ വാങ്ങിച്ചതാണ് ആ കാണുന്നത് കേട്ടോ. ഓള് ചിക്കൻ കണ്ട സമയത്ത് ഓള് വരണേ ഞാൻ മുറിച്ചു തരാന്ന് പറഞ്ഞിട്ട് മുറിക്കുന്ന. അധികം മുറിക്കണം മോളെ. അപ്പോൾ മന്തി ഉണ്ടാക്കട്ടെ. ഇനി അടുത്തത് മന്തിയാണ്. അങ്ങനെ നമ്മുടെ മന്തി സെറ്റാക്കാൻ നമുക്ക് ഓൾറെഡി മന്തിൻ്റെ അരി ഞാൻ വേവിച്ചവിടെ വെച്ച് ചിക്കനും സെറ്റാക്കി. എല്ലാം കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഇങ്ങനെ കൂടുതൽ ലെങ്തി ആയിക്കഴിഞ്ഞാൽ ബോറടിക്കൂലെന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. മന്തിൻ്റെ മസാലക്കൂട്ടെല്ലാം സെറ്റാക്കിയിട്ടാണ് ഞാൻ ഈ മന്തി ഉണ്ടാക്കിയത്. പേ ലീഫ്, പട്ട, ഗ്രാമ്പു ഇങ്ങനത്തെ എല്ലാം, ഗ്രാമ്പു അല്ല ഏലക്കായ് ഒക്കെ ഇട്ടിട്ട് ഞാൻ എന്താക്കി കുറച്ച് ഓയിലെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് ചോറ് അവിടെ വാർത്തിയെടുത്ത് പകുതി വേവിന്. അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി മസാല എല്ലാം ആക്കിയിട്ട് മന്തി ചിക്കന് ഞാൻ കുക്കറിൽ പകുതി വേവിനാട ആക്കി വെച്ചിരുന്നു. അങ്ങനെ ലാസ്റ്റിൽ ഉരുളിയിൽ ഞാൻ എന്താക്കി പകുതി ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്ന ഇത് കേട്ടോ. ഫസ്റ്റ് കുറച്ച് ചോറ് അവിടെ റൈസ് അവിടെ ഇട്ട് കൊടുത്ത്, പിന്നെ അതിൻ്റെ മേലയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ബിരിയാണി ആക്കുന്ന പോലെ, എന്നിട്ട് അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി അങ്ങ് മൂടിക്കൊടുത്ത് പിന്നെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി മന്തിയാവും. എനിക്കെന്താണെന്ന് വെച്ചാൽ ഈ ചാർക്കോൾ ഇട്ടിട്ട് പോക്കുന്നതിനോട് തീരെ ഇഷ്ടമല്ല. ഞാൻ എൻ്റെ പുരക്ക് കട്ടുപ്പാറ പോയി കഴിഞ്ഞാലെല്ലാം എൻ്റെ ആങ്ങളുടെ ഒക്കെ അതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് എന്ന് പറയുക. അവൾക്ക് ബിരിയാണി അറിഞ്ഞുകൂടാ കേട്ടോ ഉണ്ടാക്കാൻ. അവൾക്ക് മന്തിയാണ്, പലമാതിരി മന്തി അവൾ ഉണ്ടാക്കും. പക്ഷെ എനിക്ക് ഞാനെല്ലാം പോയി കഴിഞ്ഞാൽ അവൾ മന്തി തന്നെ ഉണ്ടാക്കി തരുക. ആ ഒരു ചാർക്കോൾ ഇട്ടിട്ട് പൊച്ചിട്ടുള്ള പുകൻ്റെ മണല്ലേ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ആക്കില്ല. ഇതിപ്പോൾ 2ാം തവണ ഞാൻ ഈ മന്തി ആക്കുന്ന കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ മന്തി അങ്ങനെ അതാക്കുന്ന ഇഷ്ടമല്ല. പിന്നെ ഇവിടെ ആദ്യം സാധനങ്ങൾ വാങ്ങിച്ച് വെച്ചതുണ്ടേനു കുട്ടികളിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ചിക്കൻ മാത്രം മതിയല്ലോ. പിന്നെ മഴക്കാലത്ത് മഴ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അധികം മീൻ കഴിക്കുന്നത് ശരിയല്ല. എങ്ങനെയൊക്കെയാ വരുന്ന മീനാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി ചിക്കൻ വാങ്ങി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ, വേഗത്തിലാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് 2ാം തവണയാണ് ഞാൻ ബിരിയാണിയാണ് ഇവിടെ ആക്കാറ് കേട്ടോ. എനിക്കും മക്കൾക്കൊക്കെ അധികം ബിരിയാണിയാണ് ഇഷ്ടം. അപ്പോൾ ഒരു ബിരിയാണി സ്റ്റൈലിലാണ് എന്നും പറയാം.
പക്ഷേങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നല്ല, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. മന്തിൻ്റെ പിന്നെ എന്താ പറയുക പൊടി ഞാൻ വാങ്ങിയിട്ടോ. അതുകൊണ്ട് മസാലപ്പൊടി വാങ്ങിയിട്ട് എൻ്റേതായിട്ടുള്ള സ്റ്റൈലിലാക്കിയതാണ് കേട്ടോ ഇത്. അപ്പം ഫൈനലി ഞാനും മക്കളും കഴിക്കുന്നതാണ്. എൻ്റെ രണ്ടാമത്തെ മോക്ക് ഇതിൻ്റെ മണം അടിച്ചിട്ട് സഹിക്കാൻ കഴിയുന്നില്ല, അമ്മ ഒന്ന് വിളമ്പിത്താന്ന് പറഞ്ഞു. മോര കിട്ടി കേട്ടോ. മോര് കൊണ്ട് ഉള്ളി ഒരു കച്ചമ്പറ അങ്ങ് ആക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മന്തി റെസിപ്പി. എനിക്ക് ഇന്നലെ വെറുതെ കിട്ടിയതാണ് കേട്ടോ. പുറത്തുനിന്ന് ഒരാൾ തന്നാണ്. 2 ചക്ക, വരിക്ക ചക്കയാണ്. പകുതി എടുത്തിട്ട് കുട്ടിയൊക്കെ പൊരിച്ചു കൊടുത്ത് ബാക്കിയുള്ളത് ഇവിടെ വെച്ചതാണ്. പഴുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുറിച്ച് കൊടുക്കട്ടെ. ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ടാറ്റാ ബൈ, സീ യു.